നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20-ൽ 19 സീറ്റുകളും നേടിയത് UDF ആയിരുന്നു. വാസ്തവത്തിൽ UDFകാർ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു നേട്ടം കൊയ്യാൻ കഴിയുമെന്ന്. ജീവിതത്തിൽ ഒരിക്കലും ജനപ്രതിനിധിയാകുമെന്ന് കരുതാതിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്തുനിന്ന് കുറിയും അയച്ച് കാസർഗോഡ് പോയി ലാൻഡ് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പിച്ചു. 2024 രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2 സീറ്റുകൾ നഷ്ടമായെങ്കിലും UDF ആ വിജയം ആവർത്തിച്ചു. നഷ്ടപ്പെട്ട ഒരു സീറ്റ് സുരേഷ് ഗോപി കൊണ്ടുപോയതാണെങ്കിൽ മറ്റൊന്ന് രമ്യ ഹരിദാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. എന്നിട്ടും 18 സീറ്റുകൾ UDF നേടി. 2019 20-ൽ 19 സീറ്റുകളും UDF നേടിയിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വലിയ ഭൂരിപക്ഷം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഒരു സംശയവും വേണ്ട, മുസ്ലിം വോട്ടർമാരുടെ ചിന്താഗതിയാണ് ഈ ഫലത്തിൻ്റെ കാരണം. മുസ്ലിം വോട്ടർമാർക്ക് കടുത്ത മോദി പേടി, സംഘിപ്പേടി, RSS പേടിയുണ്ട്. മോദിയും RSSും മുസ്ലിം ജനസമൂഹത്തിന് വലിയ അപകടമാണ് എന്നവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ അവർ കൂടുതൽ ആഴപ്പെടുന്നു. 10 വർഷം മോദി ഭരിച്ചിട്ടും മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നത് വാസ്തവമായിട്ടും മോദി പേടി സൃഷ്ടിച്ച്, RSS പേടി സൃഷ്ടിച്ച് കേരളത്തിൽ പുലരുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന് കിട്ടുന്ന ഈ വലിയ വോട്ട്. മോദിയെയും BJPയെയും നേരിടാൻ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ വിശ്വാസം CPMനെയും പിണറായിയെയുമായിരുന്നു ഈ അടുത്ത കാലം വരെ. അതുകൊണ്ടാണ് നിയമസഭയിൽ അവർ പിണറായിക്ക് വോട്ട് കൊടുക്കുമ്പോഴും ദേശീയ തലത്തിൽ ഒന്നും ചെയ്യാൻ പിണറായിക്കും CPMനും കഴിയാത്തതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. വാസ്തവത്തിൽ അനാവശ്യമായൊരു ഭീതി, ഭയം ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ചിലർ കുത്തിത്തിരികിയതുകൊണ്ടുണ്ടായ സംഭവമാണത്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകം അങ്ങനെയാണോ മോദിയെയും RSSനെയും BJPയെയും കാണുന്നത്? അല്ല എന്നതാണ് വാസ്തവം. ദീർഘകാലമായി ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയോടും അതിൻ്റെ നേതാക്കളോടും ഉള്ളതിനേക്കാൾ വലിയ ഇഷ്ടവും വാത്സല്യവും സ്നേഹവും പരിഗണനയും അറബ് രാജ്യങ്ങൾ മോദിക്കും BJP സർക്കാരിനും കൊടുക്കുന്നു എന്നത് വാസ്തവമാണ്. മോദിയെ പോലെ അറബ് രാജ്യങ്ങളിൽ സ്വീകാര്യതയുള്ള ലോക നേതാക്കൾ കുറവാണ്. ഇസ്ലാമിക രാജ്യത്തെ 2 അറ്റങ്ങളായ സൗദി അറേബ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും മോദിക്കും ഇന്ത്യക്കും വലിയ പ്രാധാന്യമാണ്. സൗദി അറേബ്യയും UAEയും ഒമാനും ബഹ്റൈനും കുവൈറ്റും ഒക്കെ അടക്കമുള്ള സകല ഇസ്ലാമിക രാജ്യങ്ങളും മോദിയെ കാത്തിരുന്ന് സ്നേഹിച്ച് സ്വീകരിക്കുന്നു. മോദിയുടെ ആവശ്യപ്രകാരം ക്ഷേത്രങ്ങൾ പോലും UAEയിൽ തുറന്നു കൊടുത്തിരിക്കുന്നു. ആ രാജ്യങ്ങളിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം അവർ മോദിക്ക് കൊടുക്കും. മോദിക്ക് മാത്രമേ അതവർ കൊടുക്കാറുമുള്ളൂ. ഏറ്റവും ഒടുവിൽ നോക്കുക, മെസ്സി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മെസ്സിയുമായി മോദി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും ഒടുവിൽ അതിനുവേണ്ടി കാത്തു നിൽക്കാതെ മോദി 3 രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയി. 3 രാജ്യങ്ങളും അറബ് രാജ്യങ്ങളായിരുന്നു. ആഫ്രിക്കൻ യൂണിയൻ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്ന എത്യോപ്യയും ഇസ്രായേലിന്റെ അയൽ രാജ്യമായ ജോർദനും ഒമാനുമായിരുന്നു മോദിയുടെ ഈ ത്രിരാഷ്ട്ര സന്ദർശന ലിസ്റ്റിലുള്ളത്. ആദ്യം പോയത് ജോർദാനിലേക്കാണ്. ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള 75 വർഷം നീണ്ട സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് 2 ദിവസത്തെ ജോർദാൻ സന്ദർശനം നടത്തിയത്. ജോർദാനിൽ മോദിയെ സ്വീകരിക്കാൻ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ജോർദാന്റെ കിരീടാവകാശിയും 31 വയസ്സുകാരനുമായ അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ രാജകുമാരൻ മോദിയെ സ്വീകരിച്ച് തന്റെ BMW കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഓർക്കണം, ജോർദാന്റെ അടുത്ത ഭരണാധികാരിയാണ് ഈ രാജകുമാരൻ. 2009 മുതൽ കിരീടാവകാശിയാണ്. അബ്ദുള്ള രണ്ടാമൻ രാജാവിന്റെയും റാണിയ മഹാറാണിയുടെയും മൂത്ത മകനാണ് അൽ ഹുസൈൻ. 2009 വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കിരീടാവകാശിയായതാണ്. 2014 20ാമത്തെ വയസ്സിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു യോഗത്തിന്റെ ചെയറായിട്ടുണ്ട്. അങ്ങനെ ഏറെ ശ്രദ്ധേയനായ ഈ രാജകുമാരൻ ജോർദാന്റെ അടുത്ത രാജാവാണ്. അദ്ദേഹമാണ്, ആ ചെറുപ്പക്കാരനാണ് മോദിയെ സ്വീകരിച്ച് മുൻപിലെ സീറ്റിലിരുത്തി ഡ്രൈവ് ചെയ്തുകൊണ്ട് അമ്മാനിലൂടെ യാത്ര ചെയ്തത്. അബ്ദുള്ള രണ്ടാമൻ രാജാവിന്റെ കൊട്ടാരത്തിൽ മോദിക്ക് വലിയ സ്വീകരണവും വിരുന്നുമാണ് ഒരുക്കിയത്. വളരെ ഊഷ്മളമായ ഇന്ത്യ ജോർദാൻ ബന്ധം അരക്കിട്ടുറപ്പിച്ചുകൊണ്ടുള്ള സംഭാഷണം നടന്നു. ഇതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇസ്രായേലിലുണ്ടായിരുന്നു എന്നോർക്കണം. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ, അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ
ജോർദാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള യാത്ര. ജോർദാനും ഇന്ത്യയും ചേർന്നായിരിക്കും സിറിയയുടെ പുനർനിർമ്മാണ പ്രക്രിയയിൽ വലിയ പങ്ക് വഹിക്കുന്നത് എന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ജോർദാനിൽ നിന്ന് നേരെ പോയത് എത്യോപ്യൻ തലസ്ഥാനമായ അബീസ് അബാബയിലേക്കാണ്. അബീസ് അബാബ എയർപോർട്ടിൽ മോദിയെ സ്വീകരിക്കാൻ കാത്തുനിന്നത് എത്യോപ്യയുടെ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി ആയിരുന്നു. അഹമ്മദ് അലിയും മോദിയെ സ്വീകരിച്ച് സ്വന്തം കാറിലിരുത്തി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത്. മോദിയെ സ്വന്തം സഹോദരനെ പോലെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചാനയിച്ച് ഈ ഭരണാധികാരി ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ ചരിത്രം ഉറക്കെ പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മോദി നേരെ പോകുന്നത് ഒമാനിലേക്കായിരുന്നു. നമുക്കറിയാം, മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ് ഒമാൻ. ഒമാൻ സുൽത്താൻ മോദിയെ കാത്തിരിക്കുകയായിരുന്നു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മോദിയെ സ്വീകരിച്ച് ആനയിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള 70 വർഷം നീണ്ട ഊഷ്മള ബന്ധത്തിന്റെ കഥ ഇരുകൂട്ടരും ഉറക്കെ പ്രഖ്യാപിച്ചു. ഒമാൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പുരസ്കാരം മോദിക്ക് അവർ പ്രഖ്യാപിച്ചു. ഒമാൻ സർക്കാരിന്റെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഓർഡർ ഓഫ് ഒമാൻ വളരെ അപൂർവം രാഷ്ട്രതലവന്മാർക്ക് മാത്രമാണ് കൊടുത്തത്. ഇതോടെ മോദിക്ക് ലഭിക്കുന്ന 28ാമത്തെ അന്താരാഷ്ട്ര പുരസ്കാരമാണ്. ഒരു പുരസ്കാരം തനിക്ക് തരൂകയെന്ന് പലരോടും ശുപാർശ ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുമ്മാതല്ല മോദിയോട് ഇത്ര വിരോധമുണ്ടാവുന്നത്. കാരണം മോദി എവിടെ ചെന്നാലും ചോദിക്കാതെ തന്നെ ആ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം അവർ മോദിക്ക് കൊടുക്കുന്നു. ഒരുപക്ഷെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ നൽകിയ 28 അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഒരുമിച്ച് നേടിയിട്ടുള്ള ഏക ഭരണാധികാരി മോദിയാവും. അത്ര ഊഷ്മളമായ ബന്ധമാണ് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ മോദി പുലർത്തുന്നത്. അറബ് രാജ്യങ്ങൾക്ക് മോദിയോട് പ്രത്യേക വാത്സല്യമാണ്. മോദി മുസ്ലിം വിരുദ്ധനാണ്. അതുകൊണ്ട് മോദിയുടെ രാഷ്ട്രീയം ഇല്ലാതാകണം, RSSന്റെയും BJPയുടെയും രാഷ്ട്രീയം ഇല്ലാതാകണം എന്ന് തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നാണക്കേടാവുകയാണ് മോദിക്ക് അറബ് രാജ്യങ്ങളിൽ കിട്ടുന്ന ഈ സ്വീകരണം. അവർ മോദിയെ സ്വീകരിക്കുന്നത്, ഇന്ത്യയെ ആദരിക്കുന്നത് സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം സഹോദര രാഷ്ട്രത്തെ പോലെയാണ്. അവർക്ക് മോദിയുടെ രാഷ്ട്രീയത്തിൽ അയിത്തമില്ല. അവർക്ക് മോദിയെ ഭയമില്ല. അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നു, മോദിയെയും സ്നേഹിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത ഒരു കൂട്ടർ ഇവിടെ ഇപ്പോഴും മോദിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും മോദിയെ ബാധിക്കില്ല. ഇന്ത്യയുടെ അന്തസ്സ് ആകാശത്തോളം ഉയർത്തി മോദി അറബ് രാജ്യങ്ങളും അറബ് മനസ്സും കീഴടക്കി തൻ്റെ ജൈത്രയാത്ര തുടരുന്നു.